ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു വല്ലാത്തൊരു എക്സ്പയറി ആയി. നിങ്ങൾ നോക്കിയറിയാം എന്നാ ഒരു പോക്കാണ് നിഫ്റ്റി പോയത്. നോക്ക്, ലാസ്റ്റ് മിനിറ്റിൽ നിഫ്റ്റി ഒരു പോക്ക്, സെൻസെക്സിന്റെ എക്സ്പയറിക്ക് വേണ്ടി ഒരു പോക്കായിരുന്നു. നമ്മുടെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് നമ്മളെ ബുള്ളിഷ് റെഫറൻസിന്റെ മുകളിലാണ്. അതിന് മുകളിൽ ട്രിഗർ ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചു. പക്ഷെ ആക്ച്വൽ ട്രേഡ് ഇവിടെ ആയിരുന്നു. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ് അടിച്ച ഒരു നോർമൽ വേരി അല്ല, ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ ദിവസമാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അതേപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റും മാത്രമേ അടിച്ചിട്ടുള്ളൂ. താഴേക്ക് ഇറങ്ങി ബെയറിഷ് റെഫറൻസ് പൊട്ടാൻ നോക്കിയിട്ടില്ല, പക്ഷെ താഴേക്ക് അടിച്ചിട്ടില്ല. എന്നാൽ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചോളൂ മുകളിൽ അപ്സൈഡില്. മിഡ് ക്യാപ്പ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റ് ഹിറ്റ് ആയ ദിവസം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. അത് കൂടാതെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഇതായിരുന്നു, നമുക്ക് 9.41 ലോ. അപ്പൊ ഇതിനൊക്കെ വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് അരമണിക്കൂർക്കുള്ളിലൂടെ ട്രേഡ് ചെയ്തു. ഇപ്പൊ 5, 10, 15, 20. അപ്പം ഒരു ഫെയിൽഡ് ഓപ്ഷൻ അല്ല, ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വിത്ത് സ്പൈക്ക് ക്ലോസ് ആണ്. അപ്പൊ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു സ്പൈക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2.13.203 തൊട്ട് 2.45 വന്ന ഈ 13 ഇതാണ് 2.45 വന്നത്. അതായത് 13,233 തൊട്ട് 13,314 വരെ സ്പൈക്ക് സോണോട് കൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മിഡ് ക്യാപ്പ് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്, ഫെയിൽഡ് ഓപ്ഷൻ ഒന്നുമല്ല. POC വന്നിരിക്കുന്ന 13,170 ഭാഗത്താണ് POC. ഇപ്പൊ ഞാൻ ആ തട്ടി ഒന്ന് POC എങ്ങോട്ടാക്കാം, 13,170 ഭാഗത്തേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് ഇന്നത്തെ ഹൈക്കുമുള്ള, അതായത് 13,314 മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇനി എടുക്കുന്ന 315 മുകളിൽ മാത്രമേ ഒരു ബൈ, എത്രയും 13,315 പകരം ഒരു 5 പോയിന്റ് ആഡ് ചെയ്ത് 13,320 മുകളിൽ മാത്രമേ ഇനി ഒരു ഫ്രഷ് ബൈ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ബൈയുടെ ഈ ഒരു വാല്യൂ ഏരിയ ഹൈ, അതായത് തിങ്കളാഴ്ചത്തെ വാല്യൂ ഏരിയ ഹൈ ആയ 13,373 വരെ. അപ്പൊ ഫസ്റ്റ് ടാർഗറ്റ് 13,373 ഭാഗത്തേക്ക് പോവും. സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ, അതായത് 13,373, 13,410. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,410 ഭാഗത്ത്, 13,410 ഭാഗത്തും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ പറയണമെങ്കിൽ നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഈ ഒരു ഹൈ, അതായത് ഈ ഒരു ഹൈ ആയ 13,455 ഭാഗത്തെയാണ് 13,455 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 13,320 മുകളിൽ പോവുകയാണെങ്കിൽ ഈ ഒരു പ്രൊഫൈൽ വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റ് കൂടുതലാണ്. അതിൽ കൂടുതൽ പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. പിന്നെ ന്യൂട്രൽ സ്ട്രീം അപ്പായത് കൊണ്ട് നമ്മുടെ POCയുടെ ഭാഗത്തേക്ക് റീടെസ്റ്റ് പോസിബിൾ ആണ്. മാർക്കറ്റ് ഈ 13,259 താഴെ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് റീടെസ്റ്റ് പോസിബിൾ ആയിരിക്കും. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുക്കുന്ന 13,050 താഴെ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ 13,097 താഴെ ഞാൻ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. എത്രയാണ്? 13,097 താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,057 ഭാഗത്ത്, 13,057 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 13,024 ഭാഗത്തേക്ക്, 13,024 ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് വരാം. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ ഇന്നലത്തെ വാല്യൂ ലോ ആയ 12,951 ഭാഗത്ത്, 12,951 ഭാഗത്തേക്ക് വന്നു. ചുരുക്കി പറഞ്ഞാൽ 13,024 പൊട്ടുകയാണെങ്കിൽ ഇന്നലത്തെ വാല്യൂ ഏരിയ ലോവർ ലെവലിലെ സ്ട്രക്ചറിലേക്ക് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇതാണ് എനിക്ക് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു ഓപ്പൺ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നോർമൽ ഒരു OR ടേൺ ടു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായ ദിവസവും കൂടെയാണ് ഇന്ന് മിഡ് ക്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ബാങ്ക് നിഫ്റ്റിയും സെയിം കണ്ടീഷനാണ്. പക്ഷെ ഇന്നലത്തെ POC, ഇന്നലത്തെ ഹയസ്റ്റ് സൈഡിന് മുകളിൽ പോകാൻ ശ്രമം നടത്തിയിട്ട് അത് പരാജയപ്പെട്ട് ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്ന് മുകളിൽ അത് നെഗേറ്റായി തിരിച്ച് മാർക്കറ്റ് കയറി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ന്യൂട്രൽ ഡേ ആയിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ, ഇന്നലെ ഓൾമോസ്റ്റ് ന്യൂട്രൽ ഡേ ആയിരുന്നു വേണമെങ്കിൽ പറയാം. ഇന്നും ഒരു ന്യൂട്രൽ ഡേ ആണ്. അപ്പൊ ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ ഡേ ആവുന്ന സമയത്ത് ബാലൻസ് ഡേ, ഇന്ന് ന്യൂട്രൽ ഡേ. സോ ഒരു ട്രെൻഡ് ഡേ എനിക്ക് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം പോസിബിൾ ആണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ ഡേ ആയിട്ട് POCയുടെ ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 58,895 ഭാഗത്താണ് POC വന്നത്. 58,895 ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നത്. ഞാൻ ആ POC ഒന്ന് തട്ടി മുകളിലോട്ടാക്കി. 58,895 ഭാഗത്തേക്ക് POC വന്നു. ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാത്രമേ ബൈ ഉള്ളൂ. അതായത് 13,200
75 ഹൈ. ഇപ്പൊ ഞാൻ 59,300 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 59,000, ഈ ജെയുടെ ലോവർ ലെവലായ ഫസ്റ്റ് ഇവിടെ വരും 59,459 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 59,459. ഫസ്റ്റ് അവിടെ വരും. അതേ മുകളിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 59,591. സെക്കൻഡ് ടാർഗറ്റ് 59,591 ഭാഗത്തേക്ക് വരാനും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അടുത്തത് ഈ POC ആയ 59,727. തേർഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 59,727 എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ POCയുടെ ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 59,300 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഈ ഒരു ബൈനെ കുറിച്ച് ചിന്തിക്കാം. ബെയറിഷ് റെഫറൻസിന് ഒരു മാറ്റവും 58,468 താഴെ മാത്രമേ ഞാൻ ഇനി സെല് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 58,300, സെക്കൻഡ് ടാർഗറ്റ് 58,195, തേർഡ് ടാർഗറ്റ് 58,035. ന്യൂട്രൽ ഡേ ആണ്. OA ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു, വലിയ വോളിയം ഒന്നും മാർക്കറ്റിലായിരുന്നു, തിരിച്ച് ന്യൂട്രൽ ഡേ കണ്ടീഷനിലാണ് പോയത്. ഇനി നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് എന്ന് വേണമെങ്കിൽ നിഫ്റ്റിയെ കുറിച്ച് പറയാം. ഈ ഒരു ലോവർ ലെവലിൽ വന്നത് ഇവിടെ എത്രയാണ്? 24,530.05 ആണ് ലോ. ഇവിടെ വന്നിരിക്കുന്ന 531.9. അപ്പൊ ന്യൂട്രൽ അല്ല, ഇറ്റ്സ് എ നോർമൽ 530 വന്നു. ഒരു ഫെയിൽഡ് ഓപ്ഷൻ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ലോ എന്ന് പറഞ്ഞാൽ 530. ഇവിടെ വന്ന ലോയാണ് 940 വന്ന ലോ 530.05. ഇവിടെ 2.4 529.40 വന്നു. ഇവിടെ 529.6. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ. നിഫ്റ്റിക്ക് ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. OA ഓവർ ആയിരുന്നു, ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ന്യൂട്രൽ എക്സ്ട്രീം അപ്പായ ദിവസമാണ്. ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ട്. സോ 24,636 ഭാഗത്തേക്ക് നമുക്ക് POC ഒന്ന് ആദ്യം കൊണ്ട് 24,636 ഭാഗത്തേക്ക് POC കൊണ്ടുവരാം. ഇന്നലത്തെ ക്യാപ്ഷനിൽ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിഫ്റ്റി ഇനി പൊട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് നിഫ്റ്റി ഇന്നൊരു ട്രെൻഡ് ചേഞ്ചിന്റെ ഇൻഡിക്കേറ്റർ ആയ ഫെയിൽഡ് ഓപ്ഷൻ എനിക്ക് തന്നേക്കാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ 24,529 പൊട്ടിയാൽ മാത്രമേ ഇനി ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ. ഇതാണ് നമ്മുടെ FA പോയിന്റ്. ഇന്നത്തെ FA പോയിന്റ് താഴെ 529 വരെ ഞാൻ ഒരു 9 പോയിന്റിലൂടെ കുറച്ചിട്ട് 24,520 ആഡ് ചെയ്തു. അതിന് താഴെ മാത്രമേ ഇനി സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ക്ലോസിംഗ് ആയ 24,470 ഭാഗത്തേക്ക് പോവാം. 24,470 ഭാഗത്തേക്ക് പോവാം. അതിന് താഴെ ഇന്നലത്തെ POC ആയ 24,405 ഭാഗത്തേക്ക് വരാം. 24,405 ഭാഗത്തേക്ക് വരാം. 24,405 ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്നലത്തെ വാല്യൂ ഏരിയ ലോ ഇതായ 24,347 24,347 ഭാഗത്തേക്ക്. ഇതായിരിക്കും നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ലെവൽ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി ഒരു ട്രെൻഡ് ചേഞ്ച് തന്നേക്കാനെ. അത് പ്രകാരം നിഫ്റ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നോക്കേണ്ട ബൈയിങ് എന്ന് പറഞ്ഞാൽ 24,844 ഇപ്പൊ ഹൈ 24,857. അപ്പൊ 24,860 മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നു. 24,860 മുകളിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ആ ബൈ ഫസ്റ്റ് ടാർഗറ്റ് എവിടെ പോവാം? 24,900 ഭാഗത്തേക്ക് പോകും. എത്രയാണ്? 24,900 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ആയിരിക്കും. സെക്കൻഡ് ടാർഗറ്റ് 24,952. എത്രയാണ്? 24,952. 24,952 ഭാഗത്തേക്ക് വരാം. തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 25,000 എത്തുമോന്ന് ചോദിച്ചതിന്റെ ആൻസർ വേണമെങ്കിൽ പറയും. ചുരുക്കി പറഞ്ഞാൽ ഇന്നൊരു ഫെയിൽഡ് ഓപ്ഷൻ ആയതുകൊണ്ട് നിഫ്റ്റിക്ക് ഒരു ട്രെൻഡ് ചേഞ്ച് വന്നിട്ടുണ്ട്. അത് പ്രകാരം മാർക്കറ്റ് ഇന്നത്തെ ഹൈ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഹൈ ആയ ഈവൻ ദോ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പോകാനുള്ള ഈ 25,000 വരെ പോകാനുള്ള ചാൻസ്, മൺഡേയുടെ ഹൈ വരെ പോകാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇതാണ് ചുരുക്കി പറഞ്ഞ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ അവസ്ഥ. മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ച് തന്നേക്കാണ്. സോ പ്രത്യേകിച്ച് പറഞ്ഞ ഇന്നത്തെ വിക്സ് 19 താഴേക്ക് വന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രെൻഡ് ചേഞ്ച് മാർക്കറ്റിൽ വന്നു, വിക്സും കുറഞ്ഞു. എന്തുവാണ് ഇതൊരു കാണിക്കുന്നതെന്ന് വെച്ചാൽ മാർക്കറ്റിൽ വാറിന്റെ ആ ഒരു പ്രതീതി മാർക്കറ്റിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് ആ ഒരു കാര്യമാണ് ഇപ്പൊ മാർക്കറ്റ് കാണിക്കുന്നത്. അപ്പൊ വാറിന്റെ പ്രതീതി പോകുമ്പോൾ യൂഷ്വലി എന്ന് പറ്റി മാർക്കറ്റ് പ്രീമിയം കുറയും. വളരെയധികം ഒരു മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നത്തെ ഹൈയും കൂടെ കട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു ഹെവി ഷോർട്ട് കവറിംഗിന്റെ റാലി ഞാൻ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. അത് വേണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ 25,300 വരെ പോകാനുള്ള ചാൻസും അതിലുണ്ട്. സോ അതുകൊണ്ട് എല്ലാവരും ഓർത്ത് വെച്ച് കൃത്യമായി ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. പിന്നെ നമ്മുടെ
മെമ്പേഴ്സുകളിലൊക്കെ നമ്മുടെ മെന്റർഷിപ്പ് ബാച്ചുള്ളവർക്കൊക്കെ ഓപ്ഷൻസിന് ചാർട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെമ്പേഴ്സ് പലരും ചോദിക്കാറ് മെന്റർഷിപ്പ് ബാച്ചിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നതെന്ന് പറയാം. മെന്റർഷിപ്പ് ബാച്ചിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ വേയിൽ മാർക്കറ്റ് പ്രൊഫൈൽ അപ്രോച്ച് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിന്റെ കൂടെ ട്രേഡിങ്ങിനെ പഠിച്ച് അത് വെച്ച് ട്രേഡ് ചെയ്യാൻ ഒരു ഫിയർ ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക, ഫിയർ ഓഫ് മിസ്സിംഗ് ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ഞാൻ തരുന്നത് MCXന് സപ്പോർട്ട് തരുന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് പ്ലാൻ കൊടുക്കും. അതായത് എന്താണ്, അത് വെച്ച് നിങ്ങൾക്ക് ഒരു മന്ത്ലി നല്ല രീതിയിൽ കിടിലമായി കഴിഞ്ഞ മാസമൊക്കെ നല്ല കിടിലൻ ട്രേഡ് കിട്ടി. കഴിഞ്ഞ കുറേ മാസങ്ങളിൽ നല്ല ഉഗ്രൻ ട്രേഡ്സ് MCX പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ പ്രോഫിറ്റ് എടുത്ത് നിങ്ങളുടെ റിസ്ക് ഫ്രീ കുറയ്ക്കാം. അതുകൂടാതെ ഓപ്ഷൻ സ്റ്റേബിൾ ഉണ്ട്, നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഓപ്ഷൻ സ്റ്റേബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ വ്യക്തമായിട്ടുള്ള ടാർഗറ്റ്സും എൻട്രീസും എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് എൻ്റെ കൂടെ വന്നിരുന്ന് ട്രേഡ് ചെയ്യാനും അതുകൂടാതെ മാർക്കറ്റ് പ്രൊഫൈലിനെ ഒരു പ്രൊഫഷണൽ വേയിൽ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ അറിയാൻ എന്റെ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ഹാപ്പി ട്രേഡിംഗ് ആൻഡ് ടേക്ക് കെയർ.